Okay. All of you mark your attendance in the chat box. Mark your attendance. Okay. So, atmosphere is composed mainly two gases such as nitrogen and oxygen, which make up about 99% of clean dry air. Nitrogen is about 78% and oxygen is about 21%. Other gases are only 1%. Argon, then helium, carbon dioxide, etc. are only 1%. എല്ലാം കൂടെ എത്രയേ ഉള്ളൂ? 1% ഉള്ളൂ. Then oxygen is the breath of life, while nitrogen helps us in the growth of living organism. Carbon dioxide though present in minute amount is important as it absorbs heat radiated by the earth, thereby keeping the planet warm. It is also essential for the growth of plants. നമ്മൾ already പറഞ്ഞു എന്താ അത്? നമ്മൾ എന്ത് ചെയ്യുന്നു? We breathe the oxygen and we release the carbon dioxide. That carbon dioxide used the plants for photosynthesis. Right? During the time of photosynthesis, plants release the oxygen. That oxygen also breathe. അല്ലെ? നമ്മൾ എന്തോ ബ്രീത്ത് ചെയ്യുന്നു അല്ലെ? യെസ്. അപ്പൊ ഇതാണ് പ്ലാന്റ്സും ഹ്യൂമൻ ബീങ്സും തമ്മിലൊരു റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്ലാന്റ്സും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എന്ത്? ഹ്യൂമൻ ബീങ്സ് ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് നടത്തുമ്പോൾ എന്ത് റിലീസ് ചെയ്യുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ എവിടുന്നാ കിട്ടുക? കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെ? പ്ലാന്റ്സ് എത്രമാത്രം ഉണ്ടോ അതിൽ നിന്ന് അത്രയും മാത്രം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് വൺ, the density of the atmosphere varies with height. It is maximum at the sea level and decreases rapidly as we go up. You know, the climbers experience problems in breathing due to this decrease in the density of air. They have to carry with them oxygen cylinders to be able to breathe at high latitudes. The temperature also decreases as we go upwards. The atmosphere exerts pressure on the earth. This varies from place to place. Some areas experience high pressure and some areas low pressure. Air moves from high pressure to low pressure. Moving air is known as wind. നമുക്കറിയാം, we heard about wind. അല്ലേ? We heard about wind. എന്താ wind എന്ന് പറഞ്ഞാലേ? The movement of air from high pressure area to low pressure area. അല്ലേ? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള എയറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? കാറ്റ് എന്ന് പറയാം. അല്ലേ? The movement of air from high pressure area to low pressure area is known as wind. അല്ലെ? നമുക്കറിയാം, ഇപ്പം സ്പേസിലേക്കൊക്കെ പോകുമ്പോ ആൾക്കാർ എന്ത് കൊണ്ടുപോകും? ഓക്സിജൻ സിലിണ്ടേഴ്സ് കൊണ്ടുപോകും. ഇല്ലേ? എന്തിനാ അവർ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നത്? അവർക്ക് അവിടെ നിന്ന് ഓക്സിജൻ കിട്ടൂലേ? കിട്ടുവോ? മുഹമ്മദ് റിഹാൻ, ജിയോഗ്രഫി, പേജ് നമ്പർ 36. എന്തിനാ? സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ പോകുന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടേഴ്സ് കൊണ്ടുപോകാറുണ്ട്. എന്തിനു വേണ്ടി? നമുക്കറിയാം, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അല്ലെ? സ്പേസിൽ എത്തിക്കഴിയുമ്പോൾ ഓക്സിജൻ കിട്ടുമോ? ഇല്ല. അപ്പൊ ഓക്സിജന്റെ ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെ? ഓക്സിജന്റെ അഭാവം കൊണ്ടാണ് സ്പേസിലേക്കൊക്കെ പോകുന്ന ആൾക്കാര് അവർക്ക് ആവശ്യത്തിന് എത്ര ദിവസം സ്റ്റേ ചെയ്യണം അത്രയും ദിവസത്തേക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടേഴ്സുമായി പോകുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? യെസ്. ഇത്രയാണ് അറ്റ്മോസ്ഫിയറിൽ പറയാനുള്ളത്. അപ്പൊ വി സ്റ്റഡീഡ് 3 domains ഓഫ് എർത്ത്. 3 എണ്ണം പഠിച്ചു. സോറി, അല്ല 4 എണ്ണം പഠിച്ചു അല്ലേ? അല്ല, 3 എണ്ണം. ഏതൊക്കെ പഠിച്ചു? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ബയോസ്ഫിയർ പഠിച്ചില്ലല്ലോ. Then we want to study biosphere. The 4th domain of earth is biosphere. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. Next one is biosphere.
നമുക്കറിയാം ബയോസ്ഫിയർ ഇസ് ദ നാരോ സോൺ ഓഫ് ദ എർത്ത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ വെള്ളത്തിൽ നമുക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എയർ മാത്രം മതിയോ നമുക്ക് ജീവിക്കാൻ? പോരാ. അല്ലെങ്കിൽ വാട്ടർ മാത്രം മതിയോ ജീവിക്കാൻ? നോ. അല്ലെ? ലാൻഡ് മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് ബയോസ്ഫിയർ അല്ലെ? ബയോസ്ഫിയറിലാണ്. പേജ് നമ്പർ 36 റിഹാൻ. ഓക്കെ, നോക്ക്. ബയോസ്ഫിയർ, this domain of life. The biosphere is the narrow zone of contact between the land, water and air. റിഹാൻ, ഇതാരാ സ്കൂൾ എന്നുള്ള പേരിൽ കയറിയിട്ടുള്ളത്? സ്വിച്ച് ഓൺ യുവർ ക്യാമറ. റിഹാൻ ആൻഡ് സ്കൂൾ. അതുൽ ഓൾസോ. Okay, biosphere is the narrow zone of contact between the land, water and air. It is in this zone that life that is unique to this planet exists. There are several species of organisms that vary in size from microbes and bacteria to huge mammals. All the living organisms, including humans, are linked to each other and to the biosphere for survival. In the previous class, we learned about 3 domains. What are the 3 domains? Already learned 3 domains. What are the 3 domains? എന്താ മോനെ അതുല്? അതുൽ. Yes, unmute your phone. മിസ്, അത് കോള് വന്നിട്ട് കട്ടായതാണ്. Okay. Edwin, switch on your camera. Already I told you, don't switch off your camera. Then, okay. So we learned about 3 domains: lithosphere, hydrosphere and atmosphere. Lithosphere is the solid portion of the earth. Then hydrosphere is the water area. Then last third one, atmosphere. Atmosphere എന്ന് പറഞ്ഞാൽ എന്താ? Layer of gases. അല്ലേ? ഇനി ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ബയോസ്ഫിയർ? ഓൾറെഡി നമ്മൾ പഠിച്ചു. ബയോസ്ഫിയർ is the narrow zone of the earth. അല്ലെ? നാരോ സോൺ ഓഫ് ദ എർത്ത് ആണെന്ന് പറഞ്ഞു. നാരോ സോൺ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. അതായത് ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അല്ലേ? വി കനോട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ, എയർ ആൻഡ് ലാൻഡ്. പറ്റുമോ നമുക്ക്? പറ്റുമോ? ഇല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എയർ വേണം, ദെൻ വാട്ടർ വേണം, ലാൻഡ് വേണം. അല്ലേ? അപ്പൊ ബയോസ്ഫിയർ is the narrow zone of contact between land, water and air. In this zone, that life that is unique to this planet exists. There are several species of organisms that vary in size from microbes and bacteria to huge mammals. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഉള്ളത് ഏതിലാ? ബയോസ്ഫിയറിലാണ് അല്ലേ? ബയോസ്ഫിയർ is suitable for our life. Why? എന്തുകൊണ്ടാ ബയോസ്ഫിയർ is suitable for our life? Why? എന്തുകൊണ്ടാ സായി കൃഷ്ണ? സായി കൃഷ്ണ, yes, unmute your phone. Biosphere is suitable for our life. എന്തുകൊണ്ടാ? സായി കൃഷ്ണ, unmute your phone. Next one, ലക്ഷ്മി പ്രിയ. എന്തുകൊണ്ടാ ബയോസ്ഫിയർ മനുഷ്യ ജീവിതത്തിന് യോജിച്ചതാണെന്ന് പറയാൻ കാരണം? Because biosphere have air, water and land. Air, water and land. Biosphere is the narrow zone of contact between land, air and water. Got it? Up in this lesson we learned about domains of earth.
There are 4 domains of Earth. 4 domains of Earth such as lithosphere, atmosphere, hydrosphere, and biosphere. Biosphere is suitable for human being, life of human being, because it comprises land, water, and air. Are you okay? Okay ano? If you are okay, show your thumb like this. Okay ano? Josie? All of you read the lesson and ask your doubts. Edwin, what's your doubt? Mone Edwin, camera on aake. Edwin, turn on your video. Yes, unmute your phone. മിസ് ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ലൈറ്റ് കാണാത്തോണ്ട് വീഡിയോ ഓഫ് ആകുന്ന പോലെ തോന്നുന്നു. Okay, okay. What's your doubt? എന്താ doubt? മിസ് ഇത് പറയാനാ മെസ്സേജ് അയച്ചത്. Okay, okay. വായിച്ചു നോക്കിയാട്ടെ. നാല് ഡൊമൈൻസ് പഠിച്ചു നമ്മള്. There are 4 domains of Earth: lithosphere, atmosphere, hydrosphere, biosphere. അതില് lithosphere നമ്മൾ എന്താ പഠിച്ചേ? 7 continents. 7 continents are Asia, Europe, Africa, North America, South America, Australia, and Antarctica. പിന്നെ ഹൈഡ്രോസ്ഫിയറിൽ എന്ത് പഠിച്ചു? ഹൈഡ്രോസ്ഫിയറിലെ 5 oceans. What are the 5 oceans? Pacific Ocean, Atlantic Ocean, Indian Ocean, Southern Ocean, Arctic Ocean. Okay. Next paragraph. The organisms in the biosphere may broadly be divided into the plant kingdom and the animal kingdom. The 3 domains of Earth interact with each other and affect each other in some way or the other. For example, cutting of forests for fulfilling our needs of wood or clearing land for agriculture may lead to fast removal of soil from slopes. Similarly, Earth's surface may be changed due to natural calamities like earthquakes. For example, there could be some submergence of land, as happened in the case of tsunami recently. Parts of Andaman and Nicobar Islands were submerged underwater. Discharge of waste material into lakes and rivers make the water unsuitable for human use. It also damages other forms of life. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്താ? Plants and human beings are interrelated. അല്ലെ? പ്ലാന്റ്സും ഹ്യൂമൻ ബീങ്സും തമ്മിൽ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ റിലേഷൻ ഉണ്ട് തോന്നുന്നു. എന്തായിരുന്നു അത്? എന്താ അത്? യെസ് ഹന്ന. When we breathe out, we give the carbon dioxide to plants, and when they make food, they give us oxygen. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഫോർ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അല്ലെ? ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് അവര് എന്ത് റിലീസ് ചെയ്യുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ പോവാണ്. അല്ലെ? യെസ്. അപ്പൊ അതാണ് ഹ്യൂമൻ ബീയിങ്സും പ്ലാന്റ്സും തമ്മിൽ കൂടുതൽ പ്ലാന്റ്സ് നട്ടു വളർത്തണം നമ്മൾ പറയുന്നത്. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ. ദെൻ ഇവിടെ പറയാണ് ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. എന്താ ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞാല്?
എന്താ അത്? Okay. The organisms in the biosphere may broadly divided into plant kingdom and animal kingdom. Biosphere is the narrow zone of the earth. It comprises air, water and land. This biosphere divided into two categories. Biosphere broadly classified into two categories. Plant kingdom and animal kingdom. Fauna and flora. കേട്ടിട്ടുണ്ടോ? Flora and fauna. ഇല്ലേ? Animal kingdom, plant kingdom. എന്തോ ജോസി എന്തോ പറയുന്നത്? എന്താ ജോസി? ഇല്ല. മിസ് പറയാം. 3 domains of the earth interact with each other and affect each other in some way or the other. അതായത് നമുക്കറിയാം ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ലിത്തോസ്ഫിയറും ഒക്കെ കംപ്രൈസ് ചെയ്യുന്നതാണ് ബയോസ്ഫിയർ നമ്മൾ പറഞ്ഞു അല്ലെ? അതുപോലെ the 3 domains of the earth interact with each other and affect each other in some way or the other. For example, cutting of forest for fulfilling our needs of wood and clearing land for agriculture. എന്താ ചെയ്തത് ഇവിടെ? പറയാറുണ്ട്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയാറില്ലേ പണ്ടുള്ളവര് അല്ലേ? പറയാറില്ലേ? അതുപോലെ നമുക്കറിയാം അഗ്രികൾച്ചർ ഇസ് ഇമ്പോർട്ടന്റ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെ? മോർ ട്രീസ് ഓർ മോർ ഏരിയാസ് ക്ലിയർഡ് ഫോർ അഗ്രികൾച്ചർ അല്ലെ? വി യൂസ് ട്രീസ് ഫോർ വുഡ് ആൻഡ് ഫർണിച്ചേഴ്സ് എക്സെട്ര അല്ലെ? ഫർണിച്ചറും വൂഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് കട്ട് ചെയ്യുന്നു? മരം മുറിച്ചിട്ടാണ് അല്ലെ? ഇപ്പൊ നോക്ക്, ഫോർ എക്സാമ്പിൾ കട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ഫോർ ഫുൾഫില്ലിംഗ് അവർ ബേസിക് നീഡ്സ് ഓഫ് വുഡ്, ക്ലിയറിംഗ് ലാൻഡ് ഫോർ അഗ്രികൾച്ചർ മേ ലീഡ് ടു ഫാസ്റ്റ് റിമൂവൽ ഓഫ് സോയിൽ ഫ്രം സ്ലോപ്സ്. ഇങ്ങനെ മരങ്ങളൊക്കെ മുറിച്ചാൽ എന്താ സംഭവിക്കാം? നമ്മൾ പറഞ്ഞു വലിയ വലിയ ഏരിയാസിലെ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ എന്താ നമുക്ക് വൂഡ്സ് അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ ബിൽഡിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷൻ അല്ലെ? വലിയ വലിയ മലകളിൽ നിന്നൊക്കെ മണ്ണ് താഴോട്ട് ഒഴുകാതിരിക്കാൻ ഒഴുകുന്നത് തടഞ്ഞു നിർത്തുന്ന എന്താ അത്? മരങ്ങളാണ് അല്ലേ? ഫുള്ള് ക്ലിയർ ചെയ്ത് എല്ലാ ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാല് മണ്ണ് അവിടെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കോ? ഇല്ല. വലിയ മഴയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താഴേക്ക് മണ്ണ് ഒലിച്ചിറങ്ങും അല്ലെ? അപ്പം സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നത് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ മരങ്ങൾ കൂടുതൽ വെച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഒന്ന്, മരങ്ങൾ എന്തിനെ തടയുന്നു? മണ്ണൊലിപ്പ് തടയുന്നു അല്ലെ? പിന്നെ മരങ്ങൾ ഇല്ലാതാവുമ്പോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ലാതാവുമ്പോ ലാക്ക് ഓഫ് ഓക്സിജന്റെ അളവ് കുറയുന്നു ഇല്ലേ? അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് ശ്വസിക്കേണ്ട ഓക്സിജൻ ഉണ്ടാവുന്നത് അല്ലേ മക്കളെ? അപ്പൊ ട്രീസിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ എണ്ണം കുറയുമ്പോ എന്ത് ചെയ്യും? ഓക്സിജന് അഭാവം സംഭവിക്കും. ഇത് 2 ക്ലാസ് ആയില്ലേ? കുറെ പഠിച്ചില്ലേ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. നമ്മുടെ ബയോസ്ഫിയർ മാത്രം ഒന്ന് വായിച്ചു നോക്കാം. ബയോസ്ഫിയർ മുഹമ്മദ് കെ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. മുഹമ്മദ്. യെസ് എഡ്വിൻ, പറഞ്ഞ മോനെ. ഇവിടെ ഭയങ്കര ഇടിയും മഴയോ മിസ്സേ. ഓക്കെ, ലീവ് ചെയ്തു. മുഹമ്മദ് കെ, രാവിലെ എന്താ മുഹമ്മദ് ഞാൻ പറഞ്ഞത്?
ക്യാമറ ഓഫാക്കി ക്ലാസ്സിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞോ? Muhammad Rihan, please read your textbook. Fatimat Sana, switch on your camera. Finish aya? Finish. Then Josie, please unmute your phone. What is atmosphere? What is atmosphere? The atmosphere എന്ന് പറഞ്ഞാലേ Atmosphere is a gas gases of the earth. Layer of gases. Atmosphere is the layer of gases. Okay. What is hydrosphere? Sai Krishna. What is hydrosphere? The earth is called the blue planet. More than 71% of the earth is covered with water and 29%. നോക്കി വായിക്കണ്ട. What is hydrosphere? എന്താണ് hydrosphere എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്താ hydrosphere എന്ന് പറഞ്ഞാല്? എന്താ hydrosphere? ചുരുക്കി പറഞ്ഞില്ലേ മിസ് രാവിലെ? എന്താ അത്? ഏരിയ ഓഫ് വാട്ടർ അല്ലേ? ഏരിയ ഓഫ് വാട്ടർ. എന്താ ഹൈഡ്രോസ്ഫിയർ? സായി കൃഷ്ണ ലീവായോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത മോനെ. Area of water. Water. Yes. What is biosphere? Lakshmi Priya, what is biosphere? Lakshmi Priya, please unmute. Biosphere comprises air, water, and land. Air, water, and land. Biosphere is suitable for daily life. Why? Biosphere is suitable for daily life. Why? Adule, unmute ചെയ്ത മോനെ. Please unmute your phone. നമ്മൾ പറഞ്ഞു ബയോസ്ഫിയർ എയറും വാട്ടറും. Say in English. Air and water. Biosphere comprises land, air, and water. And water. ഒന്നുകൂടെ പറഞ്ഞേ. Water and air. Biosphere comprises land, water, and air. അല്ലേ?
Then, what are the 7 continents? What are the 7 continents? What are the 7 continents? മുഹമ്മദ് കെ നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു പാരഗ്രാഫും കൂടി ഉള്ളൂ. Name the 7 continents. Asia, Africa, North America, South America, Europe, Antarctica, Australia. Okay. Then last paragraph, all of you listen. Last paragraph. അതുകൂടെ കഴിഞ്ഞ ലെസൺ കഴിഞ്ഞു. Emission from industries, thermal power plants and vehicles pollute the air. Carbon dioxide, CO2, is an important constant of air. But increase in the amount of carbon dioxide leads to increase in global temperatures. This is termed as global warming. There is thus a need to limit the use of resources of the earth to maintain the balance of nature between the domains of the lithosphere, the atmosphere and the hydrosphere. Emission from industries. നമുക്കറിയാം pollution അല്ലേ? Pollution പഠിച്ചിട്ടുണ്ടോ? In the previous lesson we studied about pollution, right? ഏതൊക്കെ പഠിച്ചു? What are the pollutions? ഏതൊക്കെയായിരുന്നു ഹന്ന? Air pollution, water air pollution, air pollution, water pollution, noise pollution. Already we learned in the previous lesson, right? Yes. Emission from industries, thermal power plants and vehicles pollute the air. നമുക്കറിയാം വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അല്ലേ? Smoke from vehicles, smoke from industries, വാഹനങ്ങളിൽ നിന്നും അതുപോലെ വ്യവസായശാലകളിൽ നിന്നൊക്കെ വരുന്ന പുക നമുക്ക് എന്താ ചെയ്യുന്നു? പൊല്യൂഷന് കാരണമാകുന്നു അല്ലെ? നമുക്കറിയാം എന്താ, പണിക്ക് വെക്കാത്ത വണ്ടിയില്ലേ, നമ്മുടെ എഞ്ചിൻ പണി എടുക്കാത്ത വണ്ടി റോഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ഉണ്ടാവും? ഒരു നല്ല പുക വരുന്നുണ്ടാവും ഇല്ലേ? അതെന്തിനു കാരണം? ഇറ്റ് കോസസ് പൊല്യൂഷൻ, ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ അല്ലെ? അതുപോലെ വാട്ടർ പൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ, ഉള്ള വേസ്റ്റ് മുഴുവൻ തോട്ടിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാല് അത് എന്തിനു കാരണമാകും? ഇറ്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ. Then sound pollution, ഫാക്ടറികളിൽ നിന്നും അല്ലെങ്കിൽ വലിയ സൗണ്ട് ഇല്ലേ, അതൊക്കെ എന്തിനാ? നോയിസ് പൊല്യൂഷൻ. ഇവിടെ നോക്കുക, എമിഷൻ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് വെഹിക്കിൾസ് പൊല്യൂട്ട് ദ എയർ. ഇൻഡസ്ട്രീസ് നിന്നും വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക നമുക്ക് പൊല്യൂഷൻ, എയർ പൊല്യൂഷന് കാരണമാകുന്നു. കാർബൺ ഡയോക്സൈഡ് ഈസ് ദ ഇമ്പോർട്ടന്റ് കോൺസ്റ്റന്റ് ഓഫ് എയർ, ബട്ട് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ. എന്താ പറഞ്ഞേ? കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുന്നത് എന്തിന് കാരണമാകും? ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാൻ കാരണമാകും. ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ്. Increase in carbon dioxide leads to increase in global temperatures. This is termed as global warming. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. നമ്മൾ ഒരു ന്യൂ വേർഡും കൂടെ പഠിച്ചു. എന്ത്? ഗ്ലോബൽ വാർമിംഗ്. എന്താ പഠിച്ചേ? Say loudly. Global warming. What is global warming? So warming. The global warming. Increase in the amount of carbon dioxide leads to increase in global temperature. This is termed as global warming. Okay. Global warming എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുമ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാൻ ഇടയാകും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. Then there is thus a need to limit the use of resources of the earth to maintain the balance of nature between the domains of the lithosphere, the atmosphere and the hydrosphere. There is thus need to limit the use of resources of the earth, maintain the balance between lithosphere, hydrosphere and atmosphere.
മനസ്സിലായോ? മനസ്സിലായോ? I repeat once more, all of you please listen me. In this class we studied about atmosphere and biosphere. Atmosphere is the layer of gases. Only 78% is nitrogen and 21% is the oxygen. Other gases are only 1%. Alle? Nitrogen is the plentiful gas in the atmosphere. Second plentiful gas is oxygen. It is about 28%. Other gases are only 1%. പിന്നെ നമ്മൾ പറഞ്ഞു atmosphere divided into layers. അല്ലേ? What are the layers of atmosphere? Atmosphere is divided on according to their own composition or temperature. പഠിച്ചില്ലേ? അറ്റ്മോസ്ഫിയറിനെ അതിന്റെ ടെമ്പറേച്ചറിന്റെയും കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ ലേയേഴ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ലേയേഴ്സാ? അറ്റ്മോസ്ഫിയർ divided into layers such as troposphere, stratosphere, mesosphere, thermosphere and exosphere. Okay. പിന്നെന്താ പഠിച്ചത്? ബയോസ്ഫിയർ. ബയോസ്ഫിയർ is the narrow zone of the earth. It comprises land, air and water. It is suitable for the life of human being. Any doubt anybody? Any doubt anybody? If you have any doubt, ask me now. Any doubt? Undo? Okay now? Okay. Homework. എഴുതിക്കോ. ഷെയർ ചെയ്യുന്നുണ്ട് മിസ് സ്ക്രീൻ ഷെയറിംഗ് ചെയ്യുന്നുണ്ട്, നോക്കാം. Homework. First one. ഒന്നാമത്തത്, what are the layers of atmosphere? What are the layers of atmosphere? What are the layers of atmosphere? നമ്മൾ പറഞ്ഞു എന്താ? Atmosphere is divided into layers according to its own composition and temperatures. There are 5 layers: troposphere, stratosphere, mesosphere and mesosphere, thermosphere and exosphere. Second one, biosphere is suitable for our life. Biosphere is suitable for our life. Biosphere is suitable for our life. Why? അതിന്റെ കാരണം എന്താ? Why? Biosphere is suitable for our life. Why? Then third one, Earth is blue planet. Earth is blue planet. Why? Earthനെ നമ്മൾ എന്ത് പറയുന്നു? Earth is called blue planet. Earth is called blue planet. Why? എന്തുകൊണ്ടാ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്? Three-fourth of the earth is covered by water. അല്ലേ? Three-fourth of the earth is covered by water. So earth is known as blue planet. These are your homework. Okay. Finish?
Okay, time is going to over. Finished? Okay. Stop it, sharing. Bye bye. See you in the next class. Tata. Tata. Bye bye.